ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിലോട്ടായി 2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കും. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേഷൻ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നാൽ അതിലോട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ കണ്ടുപിടിക്കും. കൂടുതൽ മസാലകളൊന്നും ചേർക്കേണ്ട, ഇത്രയും മാത്രം ഇതിലോട്ട് ചേർത്താൽ മതി. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കരമായിട്ട് ഹാർഡാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 2 പാത്രമാണ് ഇതിലോട്ട് വെച്ചിട്ടുള്ളത്. ഇത് രണ്ടിലും കൂടെ ആയിട്ട് ഇതൊന്ന് ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചെമ്മീനും ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ദാ രണ്ട് പാനിലുള്ളതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബട്ട് ഇത് നെരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. നെരിഞ്ഞ് അങ്ങ് ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. അതെടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ശേഷം ഇതിലോട്ട് ഒരു 3 വലിയ തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളി ആയതുകൊണ്ട് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. ഒരു 5-10 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. വേറെ എന്തെങ്കിലും മസാലപ്പൊടികൾ നമ്മൾ ഇതിലോട്ട് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഇതിലോട്ട് കിട്ടാണ്ടാവും. ഈ മസാലക്കുത്തായിരിക്കും കൂടുതലിങ്ങ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കൂടുതലായിട്ട് ഒരു മസാലപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നാക്കി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള റൈസ് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ ഗീ റൈസ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ദമ്മിടേണ്ട ആവശ്യത്തിനായി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വലിയൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചോറും കൂടി ഇടുമ്പോൾ
മറ്റു പാത്രത്തിൽ അത് കൊള്ളാണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് ഇങ്ങ് മാറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ലെയറായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം വേവിച്ച് വെച്ച റൈസ് കംപ്ലീറ്റ് ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് മുകളിലും ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും അതുപോലെ കാഷ്യൂസും റെസിൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ദം ചെയ്യുമ്പം നമ്മൾ മുകളിൽ റൈസ് ഇട്ടിട്ട് ഓവറായിട്ട് അങ്ങ് അമർത്തി കൊടുക്കരുത്. അതുപോലെ ഒരു 80-85% മാത്രമേ അരി വേകാനും പാടുള്ളൂ. ഇതിൽ കിടന്നിട്ട് ബാക്കി അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ ദമ്മിടേണ്ട ആവശ്യത്തിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഫോയിൽ പേപ്പറാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഫോയിൽ പേപ്പർ നന്നാക്കി വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ അടപ്പ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പം എയർ ഒട്ടും തന്നെ പുറത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ഫോയിൽ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ റൈസും ഒക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിരുന്നു. പക്ഷേ 1 അവർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ റൈസും ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി ഇളക്കിയെടുത്ത് റൈസും മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റാക്കി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി, എങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.